ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ട്യൂഷൻ ക്ലാസ്. ഇന്ന് ഞാൻ നവോദയ സൈനിക് സ്കൂൾ സെലക്ഷൻ ടെസ്റ്റ് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഫ്രാക്ഷൻ്റെ ഒരു ചിത്രം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഷെയ്ഡഡ് പോർഷൻ എത്രയാണെന്നും ഇതിനുള്ളിൽ കാണിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ എപ്പോഴും ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പാരലൽ ലൈൻ ഇട്ടിട്ട് ആ പാരലൽ ലൈൻ്റെ മുകളിലും താഴെയായിട്ട് നമ്പർ എഴുതിയ അതാണ് ഫ്രാക്ഷൻ നമ്പർ എന്ന് പറയുന്നത്. 3/8 ഇവിടുത്തെ ഫ്രാക്ഷൻ നമ്പർ. അതായത് ഷെയ്ഡഡ് പോർഷൻ എത്രയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഷെയ്ഡഡ് പോർഷൻ 1, 2, 3 3 പോർഷനാണ്. അപ്പോൾ 3/8 വരും. അൺഷെയ്ഡഡ് പോർഷനോ 5/8 വരെ അൺഷെയ്ഡഡ് പോർഷൻ. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഇതിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുൻ വീഡിയോ കാണാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് 2 numbers ആർ 5/4. അപ്പോൾ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു. പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 5/4. 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് 5/4 ആണ്. അതിലൊരു നമ്പർ 1 നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. 1 നമ്പർ ഈസ് ഈക്വൽ ടു 5/6 എങ്കിൽ അതർ നമ്പർ കാണാനാണ്. അതർ നമ്പർ ഇത് ഞാൻ ഫ്രാക്ഷൻ നമ്പർ അല്ലാതെ ഒരു പൂർണ്ണസംഖ്യ ഇല്ല, ഞാനിത് ചെയ്ത് കാണിക്കാം. ഇപ്പം 5 എന്ന് പറയുന്ന നമ്പറും മറ്റൊരു നമ്പർ നമുക്ക് തന്നിട്ടില്ല. മറ്റൊരു നമ്പറിൻ്റെ സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇനി മറ്റൊരു നമ്പറിൻ്റെ പ്രോഡക്റ്റ് 14 നമുക്ക് തന്നിരിക്കുന്നു. 40 സപ്പോസ്. അങ്ങനെയെങ്കിൽ ഈ നമ്പർ എന്താണെന്ന് കാണണം. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് 8 എന്ന് കിട്ടും അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നമ്പർ കാണാൻ, നമ്പർ ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അപ്പം ആ നമ്പർ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 5നെ 40യെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 8 എന്ന ആൻസർ കിട്ടും. എന്നുപോലെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് 5 × x, ആ നമ്പർ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ നമ്പർ കണ്ടുപിടിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെയാണ് ഫ്രാക്ഷൻ നമ്പറിലും 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് 5/4 തന്നിരിക്കുന്നത്. അതിലൊരു നമ്പർ 5/6 എങ്കിൽ മറ്റേ നമ്പർ കാണാൻ. അപ്പോൾ എന്ത് ചെയ്യണം? അതർ നമ്പർ കാണാൻ പ്രോഡക്റ്റിനെ തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഗിവൺ. തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അവിടെ കിടക്കട്ടെ. നമ്പർ ഗിവൺ. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എത്രയാണ്? പ്രോഡക്റ്റ് 5/4 ഈസ് ഈക്വൽ ടു 5/4 ഡിവൈഡഡ് ബൈ 5/6. ഒരു ഫ്രാക്ഷൻ നമ്പറിനെ മറ്റൊരു ഫ്രാക്ഷൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ പകരം ഈ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ, ആദ്യത്തേൻ്റെ അല്ല രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻഡ് ചെയ്യണം. റെസിപ്രോക്കൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി മനസ്സിലാക്കുക. ഇതാണ് റെസിപ്രോക്കൽ. ഇവിടെ 5ഉം 5ഉം കൂടെ വെട്ടിപ്പോകും. ബാക്കി 6/4 കിട്ടും. 6/4 നമുക്ക് വീണ്ടും ചെറുതാക്കി വയ്ക്കാം, മിനിമൈസ് ചെയ്ത് വയ്ക്കാം 2 കൊണ്ട്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈസ് ഈക്വൽ ടു 3/2 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫ്രാക്ഷൻ ഈക്വലൻ്റ് 6.250. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളത് ഓപ്ഷൻ വെച്ച് വേണം ചെയ്യാൻ. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ 6, നിങ്ങൾക്ക് പുസ്തകത്തിൽ നോക്കുമ്പോൾ അത് മനസ്സിലാകും. ഇവിടെ ഓപ്ഷൻസ് 1 and 6/4 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ 1 6/4. ഫസ്റ്റ് ഓപ്ഷൻ 1 6/4 ആണ് ഫസ്റ്റ് ഓപ്ഷൻ. വൺ 6/4 ഫസ്റ്റ് ഓപ്ഷൻ. 1 6/4 വരും ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ സെക്കൻഡ് ഓപ്ഷൻ 6 1/4. 6 1/4 ആണ് സെക്കൻഡ് ഓപ്ഷൻ. ഇനി തേർഡ് ഓപ്ഷൻ
തേർഡ് ഓപ്ഷൻ 6 3/4. 6 3/4 ആണ് തേർഡ് ഓപ്ഷൻ. ദെൻ ഫോർത്ത് ഓപ്ഷൻ 6 2/5. 6 2/5. അപ്പം നമുക്ക് ഇതിൽ 6 1/5 ആണ് ഏകദേശം, 1/4 ആണ് ഇത് ഏകദേശം ഇതാകാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 6 1/4 എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം, അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. 6 1/4. അപ്പോൾ 6 1/4 6.1000 ഡിവൈഡ് ബൈ 4 വരും. അപ്പം 1000-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 250 വരും. അപ്പം 6.250 വരും. അപ്പം 1/6.4 ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തത് ദ വാല്യൂ ഓഫ് 125. 1 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ 1-നെ എന്ത് ചെയ്യണം, 1 ഡിവൈഡഡ് ബൈ 125. 1-നെ 125 ഡിവൈഡ് ചെയ്യണം. 1 ഡിവൈഡഡ് ബൈ 125. അപ്പം നമുക്ക് ചെറിയ സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ 0 കൊടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തു, എന്നിട്ട് ഇവിടെ ഒരു 0 കൊടുത്തു. 10 പോകത്തില്ല, പിന്നെ ഇവിടെ ഒരു 0 കൊടുത്ത് വീണ്ടും കൊടുത്തു. 100 പോവില്ല, വീണ്ടും ഒരു 0 കൊടുത്തു. 1000 ആക്കുക. 1000-ൽ 8 പ്രാവശ്യം, അതായത് 125-നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്ത് 1000 കിട്ടും. 1000 കിട്ടും. അപ്പോൾ 8 പ്രാവശ്യം 1000. അപ്പം ആൻസർ എത്ര വരും, 0.008 വരും. ഇനി അടുത്തത് ഇത് പ്രോഡക്റ്റ്, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇത് പ്രോഡക്റ്റ് 2 നമ്പേഴ്സ്, 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് എഴുതുക. 1/8 എവിടെ പ്രോഡക്റ്റ് കേട്ടോ. ആൻഡ് 1 ഫ്രാക്ഷൻ ഈസ് ദ പ്രോഡക്റ്റ് 7/8-ൻ്റെയും മറ്റൊരു നമ്പറിൻ്റെ പ്രോഡക്റ്റ് 1/8 ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പർ തന്നിട്ടുണ്ട് നമുക്കിവിടെ. അപ്പോൾ അതർ നമ്പർ കാണണം. നമ്പർ ഈസ് ഈക്വൽ ടു 7/10. അപ്പോൾ അതർ നമ്പർ ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുക. അതർ നമ്പർ ഈസ് ഈക്വൽ ടു 1/8-നെ എന്ത് ചെയ്യണം, പ്രോഡക്റ്റിനെയാണ് കേട്ടോ ഡിവൈഡ് ചെയ്യേണ്ടത്. ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് 10/7. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. 2 കൊണ്ട് വെട്ടാം. അപ്പോൾ 2 10, 4 2s are 8. ഇനി തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഈസ് ഈക്വൽ ടു 1 × 5 ഈസ് ഈക്വൽ ടു 5. 4 7 28. 4 7s are 28. അപ്പോൾ 5/28 വരും. അപ്പോൾ ഇത് നിങ്ങൾ ഈ പ്രോബ്ലം എല്ലാം ചെയ്ത് പഠിക്കുക. ഇത് ഇന്നിപ്പോൾ 4 ക്വസ്റ്റ്യൻ മതി. ഇത് ഇന്ന് ചെയ്യുക, അല്ലെങ്കിൽ നാളെ സമയം ഉള്ള പോലെ ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, കമൻറ്റ് ഇടണം.